മച്ചാന്മാരെല്ലാവർക്കും M4Tech ഷോയിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ M4Tech ഷോയിലെ ഇന്നത്തെ ചലഞ്ച് ഡേ 2 ആണ്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 4 മച്ചാന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് നല്ല അടിപൊളി ചുട്ട കോഴികള്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്താണ്? ചുട്ട കോഴിനെ കഴിക്കൽ തന്നെ. അപ്പൊ നമ്മുടെ ചലഞ്ചിനുള്ള മെയിൻ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഇരിക്കുന്ന കോഴിക്കുട്ടന്മാർ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കുറച്ച് സോസും അതുപോലെ മയൊക്കെ ഇരിക്കുന്നതിന് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് ഇത് കോഴിക്കുട്ടനെ ഞാൻ ശരിക്കും ഒന്ന് എടുത്ത് കാണിച്ചു തരട്ടെ. ഇത് നല്ല ചുട്ട കോഴി, ഇതേ നോക്കിയേ കണ്ട. ഇതാണ് എൻ്റെ പറയുമ്പോൾ തന്നെ എൻ്റെ ആവിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചുട്ട കോഴികളെ കഴിക്കാനുള്ള മച്ചാന്മാരെ നമുക്ക് വിളിക്കണ്ടേ? അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 12 കോഴികളുടെ നിരന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഈ 12 കോഴികളെ നമ്മുടെ 4 മച്ചാന്മാരും കൂടി കഴിച്ചു തീർക്കോ? ഇതിൽ ആര് വിൻ ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയണ്ടേ? അപ്പൊ എന്തായാലും നമ്മുടെ ചലഞ്ചിനുള്ള പാർട്ടിസിപ്പൻസിനെ നമുക്ക് വിളിക്കാം. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ ആദ്യത്തെ ചലഞ്ച് മരം മുറിക്കൽ ചലഞ്ച് ആയിരുന്നു. അതിലെ വിന്നറെ തന്നെ നമുക്ക് ആദ്യം വിളിക്കാം. നമ്മുടെ സ്വന്തം ഭൗമി കിരൺ. ഇത്തവണ എങ്ങനെ നമ്മൾ വിൻ ചെയ്യോ? എത്ര കോഴിയെ തിന്നാൻ പറ്റും? 3-4 കേറും. പക്ഷെ നമ്മൾ ടൈമൊക്കെ വെച്ചിട്ടുണ്ടോ? ആ ടൈമിലായിരിക്കണം. അപ്പൊ ഒരു 2 ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇനി നമ്മുടെ ഭൗമി കിരൺ നമുക്കറിയാം അത്യാവശ്യം നല്ല ഫുഡിയാണ്. പക്ഷെ അതിനെ നമുക്ക് എന്താ പറയാ, ഒരു കോമ്പറ്റീഷൻ ആക്കാൻ പറ്റിയ ഒരാളെ നമുക്ക് വേണ്ടേ? നമുക്ക് സ്വന്തം എഡിമനെ വിളിക്കാം. ഇപ്പഴേ കഴിക്കാണോ? മണം അടിച്ചിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഇതൊക്കെ മത്സരത്തിൽ കാണണോട്ടാ, പൊളിക്കൂല്ലേ നമ്മള്? ഓക്കെ, അപ്പൊ നമ്മുടെ 2 മത്സരാർത്ഥികൾ എത്തി. ഇനി ഇവര് 2 പേരെക്കാളും വയറിന് കപ്പാസിറ്റി ഉള്ള, ശ്വാസകോശത്തിന് പകരം ആമാശയം, ഹൃദയത്തിന് പകരം ആമാശയം, തലച്ചോറിന് പകരം ആമാശയമുള്ള അജു മച്ചാൻ. ഇനി സൈലന്റ് കില്ലർ കൂടി വരാനുണ്ട്. അതിന് മുമ്പായിട്ട് അജു, എത്ര ചിക്കൻ കയറുന്നില്ലേ? ഒരെണ്ണം ഈ വയറിലൊരെണ്ണം കയറുള്ളൂ. ചിറക് ഇതിന്റെ ഉള്ളില്. ഓക്കെ, അപ്പൊ എന്തായാലും 3 പേര് എത്തി. ഇനി നമ്മുടെ കളം തയ്ക്കണമെങ്കിൽ ഒരാളൂടി വരാനുണ്ട്. നമ്മുടെ സൈലന്റ് കില്ലർ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന കിരൺ മച്ചാൻ, അഥവാ ജർമ്മൻ കിരൺ, വെട്ടിരിമ്പ് കിരൺ, ജിമ്മ് കിരൺ. അപ്പൊ അതുകൊണ്ട് കേട്ടോ, ആ മസിൽ, കോഴി മസിൽ ഒന്ന് കാണിച്ച് നോക്കിയാടാ. ചെസ്റ്റ് പീസ് മാത്രം കഴിക്കുന്ന ആളാണ്. ദിവസം ഒരു 4 കോഴിയുടെ ചെസ്റ്റ് പീസ് ഒക്കെ കഴിക്കും അല്ലേ? അത് ഇരട്ടപ്പടിക്കാർക്ക് അറിയാവുന്ന ഒരു രഹസ്യം മാത്രം. എത്ര മുട്ട കഴിക്കും ഒരു ദിവസം? 3-4. എന്റെ കീര, നീ ട്രേ കണക്കിന് എല്ലാ ദിവസവും വാങ്ങിച്ചിട്ടും അച്ഛന്റെ കടയിൽ നിന്ന് ഓരോ ട്രേ മുട്ടയാണ് ഒരു ദിവസം കൊണ്ടുപോകുന്നത്. എന്ത് പട്ടിക്ക്? എന്റെ വീട്ടിലെ പട്ടിയുടെ ഒരു ഭാഗ്യം, ഒരു ട്രേ മുട്ട ഒരു ദിവസം. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ചുട്ട കോഴികളാണ്. മൊത്തം നോക്കണെങ്കിൽ കോഴി ഉണ്ട്, മുക്കിനുള്ള മയണൈസ് ഉണ്ട്, സോസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് കഴിക്കാനുള്ളതാണ്. പക്ഷെ ഇതൊരു മത്സരമാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്കൊരു ടൈം തരും. 1/2 മണിക്കൂറാണ് സമയം തരുന്നത്. പ്രവീണേ, 1/2 മണിക്കൂർ കൊടുത്താൽ മതിയോ? 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തിന്നു തീർക്കാൻ പറ്റുമോ? അപ്പൊ ഫസ്റ്റ് ബാച്ച് നമ്മള് 3 കോഴി വെച്ചാണ് ഓരോരുത്തർക്ക് തരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1/2 മണിക്കൂറിൽ തീർക്കണേ അടുത്ത കോഴിയെ തരും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെയല്ല, മത്സരമാണിത്. 1/2 മണിക്കൂറിനുള്ളിൽ ആരാദ്യം കഴിക്കുന്നോ അവരായിരിക്കും വിന്നർ. ഇനിയിപ്പോ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആരും കഴിച്ചിരുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആര് കഴിച്ചോ അവരായിരിക്കും വിന്നർ. പിന്നെ ഇതിലാകെ ബാക്കി വെക്കാൻ പാടുള്ളത് കോഴിയുടെ എല്ല് മാത്രമാണ്. എല്ലും ഇറച്ചി ഉണ്ടായി കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. എല്ല് നിനക്കുള്ള കഴിവുണ്ടെങ്കിൽ നീ അതും കഴിക്കണം. ഓക്കെ, അപ്പൊ അതിന് സ്പെഷ്യൽ പോയിന്റ് ഒന്നും കേട്ടോ. അപ്പൊ എല്ലും ഇറച്ചി ഉണ്ടാവാൻ പാടില്ല, മൊത്തം പ്ലേറ്റ് ക്ലീൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ നിബന്ധന വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ഒപ്പം ഒന്നും വേറെ ഒന്നും ഇല്ലെന്ന്. അല്ല, ജോളജിപ്പ് അല്ല ഒരിക്കലും. അപ്പൊ എന്തായാലും നമ്മുടെ മത്സരത്തിനുള്ള നിബന്ധനകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 1/2 മണിക്കൂർ സമയം, 3 കോഴി നിങ്ങൾക്ക് തരും. ആ കോഴി നിങ്ങൾ തിന്നു നിർത്താൻ അടുത്ത കോഴിനെ തരും. അപ്പൊ എന്തായാലും തുടങ്ങല്ലേ മത്സരം? തുടങ്ങാം നമുക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ മത്സരാർത്ഥികളെ ഒന്നുകൂടി പരിചയപ്പെട്ടിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങിയേക്കാം. അപ്പൊ മച്ചാന്മാരെ, നോക്ക്, നമ്മുടെ 4 മച്ചാന്മാരുടെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ട് 3 കോഴി വെച്ചിട്ട്. തുടങ്ങല്ലേ? ഇപ്പൊ തുടങ്ങാൻ റെഡിയാണ്. അപ്പൊ എടുക്കല്ലേ? ടൈം പറയും 30 മിനിറ്റ് സമയം കറക്റ്റ് ഷാർപ്പ് ആയിരിക്കും. പറയുമ്പോ തന്നെ എന്റെ വായിന്ന് വെള്ളം വരെയാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ട, അവിടെ വെച്ചോളൂ. അപ്പൊ എല്ലാവർക്കും 3 ചുട്ട കോഴി വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ബസറോട് കൂടി നിങ്ങളുടെ മത്സരം ആരംഭിക്കുന്നതായിരിക്കും. മോനെ, ആ ടൈമർ ഒന്ന് കാണിച്ചു കൊടുത്തേ. ടൈമർ ഓൺ ആണ്. റെഡി, 1 2 3 ഗോ. തുടങ്ങിക്കോ മക്കളെ.
അപ്പൊ മത്സരം തുടങ്ങുകയാണ്. അറേഞ്ചിങ് ഒക്കെ തുടങ്ങിയിട്ട് ആ സമയം കൊണ്ട്. അപ്പൊ നിങ്ങളുടെ കള്ളിയിലിരിക്കുന്ന കോഴി തന്നെ നിങ്ങളുടെ അടുത്ത് കഴിക്കാം, വേറെ കള്ളിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ നിൽക്കരുത്. ആര് നിന്റെ കഴിച്ചവൻ കട്ടൊന്നും കഴിക്കില്ല. തുടങ്ങട്ടെ. അപ്പൊ അജു ആദ്യം തന്നെ ചെസ്റ്റിലാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. ചെസ്റ്റ് പീസാണ് ഇഷ്ടം. കഴിച്ചു തുടങ്ങിക്കോളൂ. അപ്പൊ അരമണിക്കൂർ സമയം മാക്സിമം കഴിച്ചു തീർക്കാം. എല്ലിലൊന്നും അവശേഷിക്കരുത്. പിള്ളേർക്ക് പോളിംഗ് ഇല്ലേ? പവർ ആവട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഒരു സാധനം തരാം ഞാൻ, പവർ കൂട്ടാനായിട്ട്. പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ വായിന്ന് വെള്ളം വന്നോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേണ്ട മോ കഴിക്ക്. ആ പോട്ടെ. ഇനി പിള്ളേരെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവർ ഡിസ്ട്രാക്റ്റഡ് ആവില്ല കേട്ടോ. കാരണം അവരൊരു ഫോക്കസിൽ നിൽക്കാണ്. വർത്താനൊക്കെ പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റില്ലെന്നല്ലേ? എടാ കുളച്ചങ്ങട്ട് അടിക്ക്. അതന്നെ എന്റെ വായത് വെള്ളം വന്നോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ. കിരണേ, നീ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ കഴിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് തനങ്ങളിലല്ല? അങ്ങനെ പന നിന്നിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരെയും മരം പകുതി മുറിഞ്ഞിട്ട് നിന്റെ ഇത്തിരിക്കോളായിട്ട് ഓട്ടയായിട്ടിരുന്നു കേട്ടാ. അങ്ങനെ രാജുവിന്റെ ഏകദേശം ഒരു ചിക്കന്റെ പകുതി ബ്രസ്റ്റ് പീസ് കഴിഞ്ഞു. അത് ഭയങ്കര ഒരു ഐഡിയ ഉണ്ട്. ആദ്യം തന്നെ ബ്രസ്റ്റ് പീസ് പിടിച്ചത്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നീ എന്താണ് കോഴിയുടെ എല്ലും തോലും മാത്രം തിന്നോണ്ടിരിക്കണേ? ഇറച്ചി എടുത്ത് കഴിക്കണ ഇറക്ക. അധികം മയണൈസ് കോരിയിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റൂട്ടോ, മട്ടിപ്പോവും. വെള്ളമില്ല. വെള്ളം കൊടുക്കണോ പറയണേ? വേണ്ടെന്ന് ഇബ്രാഹിം മച്ചാൻ പറയാണ്ട് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റില്ല. രോദനം. അപ്പൊ എന്തായാലും പിള്ളേരൊന്ന് കഴിച്ച് സെറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം കഴിക്കുന്നു. ഒരു ആവേശമില്ല നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഇങ്ങനെ ഒന്നല്ല ഒരു ചിക്കൻ കിട്ടി കഴിഞ്ഞാൽ കഴിക്കേണ്ടത്. ഞാനൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 2 കോഴി തീർത്തേനല്ല, ഒരു കോഴിയിൽ ഞാൻ തീർത്തേനെ 5 മിനിറ്റ് കൊണ്ട്. അപ്പൊ ഒരു കോഴിയുടെ പകുതിയെ തീർന്നിട്ടുള്ളൂ. സമയം എത്രയും മോനെ? 2 മിനിറ്റ്. ഇനിയും കിടക്കുന്നുണ്ട് 28 മിനിറ്റ്. നിങ്ങൾക്ക് സമാധാനമായിട്ട് കഴിക്കാം. വെള്ളം തരും. അജു ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, വെറുതെ വെച്ചതാ. അപ്പൊ എന്തേ എടാ നമ്മൾ വിചാരിച്ച പോലെ പിള്ളേർക്ക് ഫുഡൊന്നും കഴിക്കാനുള്ള പവറിലിട്ട് നോക്കി ഇരുന്ന് വീട്ടിലൊക്കെ ഞുള്ളി തിന്നൂല. അതുപോലെയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ കിട്ടുന്നത്. നല്ല പ്രതി ഇതെന്തിട്ട് കാണിക്കണം? ഇങ്ങനെ നല്ല തിന്നണ്ടത്. നോക്കി ഞുള്ളി വീട്ടിൽ കഴിക്കണ പോലെ കല്യാണ പരിപാടിക്ക് ഇരിക്കൂലേ, അവിടെ ഇരുന്ന് കഴിക്കണ വരികയാണ്. അച്ചാറിന്റെ അടുത്ത് ഉള്ളി ചോറിൽ വെച്ച്. ഇതൊന്നും അല്ലട മത്സരം. നിങ്ങളൊന്ന് പോരട്ടെ പിള്ളേരെ. അപ്പൊ എന്തായി ഇവിടെ ഒരു കോഴിയുടെ ചെസ്റ്റ് പകുതി ആയിട്ടില്ല, ചെസ്റ്റിന്റെ പകുതി ആണോ? തീരട്ടെ ഞുള്ളിന്റെ പകുതി തീർന്നാ മതി. പകുതി കഴിഞ്ഞാ? അപ്പൊ ബാക്കി പകുതി കഴിക്കും. അതെ ഇവിടെ ഇറച്ചിരിക്കണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ആയിരിക്കണേ. അങ്ങനെ നമ്മുടെ എഡ്വിൻ മച്ചാൻ കോഴിക്കാല് വാരിയെടുത്ത് മുക്കി അടിക്കുകയാണ്. ഇനി എല്ല് മാത്രം ബാക്കിയുള്ളൂ തോന്നുന്നു. ഒറ്റ വായിൽ വെക്കുന്നു, കടിക്കുന്നു, വലിക്കുന്നു. എങ്ങനെയുണ്ട് മോനെ? ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടാ? അടുത്ത കാലം ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റുമോ? ഞാൻ 5 വരെ അതിൻ്റെ ഉള്ളിൽ ആ കാല് കഴിച്ച് തീർക്കണം കേട്ടോ. വെള്ളം തരണോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ തരാം. ഒറ്റ കാല് കഴിക്ക്. നോക്കി 5 വരെയുള്ള സമയം കൊണ്ട് ഒരു കാല്. 1 2 3 4 5. എല്ലാം മാത്രമേ ഇത് കഴിവുണ്ട്. ഇനി എന്തായാലും നമ്മുടെ പിള്ളേർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാക്കും. അപ്പൊ എന്തായാലും പിള്ളേർക്ക് ഇടയിൽ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ വൻ പ്രശ്നങ്ങൾ നടക്കും. അപ്പൊ എല്ലാവർക്കും പൊട്ടിച്ചരാം. വെള്ളം സെറ്റാക്കി തരാം. അപ്പൊ മത്സരം കാഠിന്യത്തിൽ എത്താൻ പോകണുള്ളൂ. ആദ്യത്തെ ഒരു തുടക്കത്തിലത്തെ പ്രശ്നമാണ് ഇവർക്ക്. ആ ഫ്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ അടിച്ചു പൊളിച്ചോളും. ഇനി നമ്മുടെ ഭൗമിക്കിനെ നോക്കുകയാണെങ്കിൽ ചിക്കന്റെ എല്ലുമേന്ന് ഇറച്ചി വേർപെടുത്തിരുത്തി അതിനെ ഷ്രെഡ് ചെയ്ത് കഴിക്കുന്ന ഒരു മെത്തേഡാണ്. ഇതാണ് എളുപ്പം. എന്ന് കുത്തി കയറ്റ്, കമോൺ. അപ്പൊ ഏകദേശം ഒരു 3/4 ഭാഗം ഒരു കോഴിയുടെ കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പൊ അജുമോന്റെ ആണെങ്കിൽ കാലെടുക്കുന്നു, കടിക്കുന്നു, വലിക്കുന്നു. ഇനി അല്ലേ എല്ല് മാത്രമേ ഉള്ളൂ ബാക്കി. ഇനി ഓരോന്നായിട്ട് ഇതാണ് ചെസ്റ്റ് കഴിച്ച് തീർത്തെന്ന് പറഞ്ഞാൽ ചെസ്റ്റിന് വലിയൊരു പാടിയിരിക്കണോടെ ആണോ? ഇത് ഏതോ കിലുക്കി ഭാഷയാണെന്ന് തോന്നുന്നു. കീര കോഴിമുട്ട അത്ര കഴിക്കുള്ളൂ, ചിക്കൻ കഴിക്കില്ല. അതുപോലെ അടപ്പനൊക്കെ പോയി വലിച്ചു വാരി കഴിക്ക്. കിരൺ 0 ഷുഗർ മാത്രമേ കുടിക്കുള്ളൂ. പെപ്സി കഴിക്കട, കമോൺ. നിങ്ങക്ക് കോഴിയൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഒരു പവർ തന്നെയല്ലേ? കഴിക്കങ്ങട് പറഞ്ഞ കഴിയാറായിട്ടുള്ളൂ, കഴിഞ്ഞിട്ടില്ല, കഴിയണ വരെയാണ്. കഴിച്ചെടുക്ക കമോൺ. തകർക്ക്. ഒരെണ്ണമല്ല, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 6 എണ്ണം കൂടി തരാനാണ് എന്റെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ 3 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് തരും.
നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റും അത്രത്തോളം ഞാൻ തരും. അരമണിക്കൂറിൽ 3 തീർത്താൽ മതി. ഇത് കഴിഞ്ഞെങ്കിൽ പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കണത് വേറെ ഞാൻ തരും. പിന്നല്ലാണ്ട് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേര് കഴിക്കട്ടെ കേട്ടാ. അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ ആര് കപ്പ് കൊണ്ടുപോകും? കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് കപ്പ് കൊണ്ടുപോയാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. എടാ 5 മിനിറ്റ് മതി ഒരു കോഴി തിന്നു തീർക്കാൻ. പവർ ഔട്ടേ കമോൺ. അങ്ങനെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു കോഴിയുടെ പകുതി മുക്കാലോളം എല്ലാവരും കഴിച്ചു തീർത്തിട്ടുണ്ട്. ആ ഭൗമിക്കിന്റെ ഇനി കുറച്ചുകൂടി ഉള്ളൂട്ടത്. ഇവിടെ ചെസ്റ്റ് പീസ് എടുക്കുന്നത് അതുകൊണ്ട് വലിച്ചു വാരി കഴിച്ചേ. കഴിക്കും. ഒരു പ്ലേറ്റ് കഴിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ അതിൽ ഒരു തരി ഇറച്ചിയില്ലാതെ എല്ലും മാത്രം ആക്കി വെക്കണം. വെറുതെ മയോണൈസ് കൂട്ടി കഴിക്കേണ്ടത്. ചിക്കൻ അങ്ങനെ തന്നെ വലിച്ചു വാരി കഴിക്കേ. 5 മിനിറ്റ് കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ചിക്കനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മത്സരിക്കുമ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ 3 കോഴിനെ കഴിച്ചു തീർക്കാവുന്നുള്ളൂ. 15 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. 15 മിനിറ്റ് ഒന്നും വേണ്ട നമുക്ക് 3 ചിക്കൻ അല്ലേ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ആ എടാ ഭൗമിക്കിന്റെ ഏകദേശം ഒരു ചിക്കൻ തീരാറായി. അജുവിന്റെ പക്ഷെ ഒരു 3/4 ഭാഗം കഴിഞ്ഞിട്ടുള്ളൂ. എഡ്വിന്റെ നോക്കുകയാണെങ്കിൽ എഡ്വിൻ ഈ സൈലന്റ് കില്ലറുള്ള തീർന്നുകൊണ്ടിരിക്കണേ. എടാ കിരണം നമ്മ കാണുമ്പോ കഴിക്കണമെന്നുള്ളൂ. സാധനം ഉണ്ടോ? എന്നാ കഴിച്ചോ. നോക്കാം നമുക്ക്. ഇപ്പൊ ഏകദേശം സമയം എത്രയും പറയണേ? 9 മിനിറ്റ്. ഓക്കെ 9 മിനിറ്റ് ആയപ്പോ ഏകദേശം ഒരു ചിക്കൻ തീരാറായിട്ടുണ്ട്. അപ്പൊ അരമണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 3 ചിക്കനും കഴിച്ചു തീർക്കും. അപ്പൊ ടൈറ്റ് കോമ്പറ്റീഷൻ ആവും. തലറങ്ങടാ. അപ്പൊ എഫ്സിക്ക് എടുത്ത് കുടിക്ക്. ചിറകിലുള്ള ഇറച്ചിയൊക്കെ കഴിക്കണോട്ടാ. കൂട്ടൂല. കഴിക്ക്. ഇനി കഴിക്കുമ്പോ ഓരോ കോഴിയുടെ പോർഷൻസ് ആയിട്ട് തീർക്കണോട്ടോ. അല്ലെ നമുക്ക് ഷെഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാലെടുക്കണെങ്കിൽ തകർക്ക്. ഓക്കെ അപ്പൊ മത്സരം ഏകദേശം ഒരു പകുതിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അജു എന്തായി? ഇന്നൊരു ചെസ്റ്റ് കൂടി ബാക്കിയുണ്ടല്ലേ? ഓ ഇനിയിപ്പോ നിന്റെ ചോറൊക്കെ തിന്നൂല്ലേ? അതുവരെ ഇറച്ചി മാത്രമായിട്ട് എടുത്തിട്ട് കഴിക്കുകയാണ് അജു. ഭയങ്കര സ്ട്രാറ്റജി കേട്ടോ. ഇതേ കഴിച്ചതിന്റെ എല്ല് മാത്രമായിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ക്ലീൻ ആക്കണം കേട്ടോ. നമുക്ക് കഴിച്ച എല്ലുകൾ മാറ്റി വെക്കണം. അല്ലെങ്കിൽ പരത്തിയിടരുത്. എന്നാലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്തായി? ഫിനിഷ് ആയോ? ഇവിടെ ഇറച്ചി ഉണ്ടല്ലോ. കഴിക്ക്. അതൊക്കെ ചെക്ക് ഔട്ട് അവസാനം. ഇറച്ചിയിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡിസ്ക്വാളിഫൈ ആക്കും. ഇത്ര നേരം കഴിച്ചത് നിങ്ങളുടെ ശരീരത്തിൽ മാത്രം പിടിക്കും. ഒരു ഗുണമുണ്ടാവില്ല വേറെ. പിടിക്കട്ടെ ശരീരത്തിൽ പിടിക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ മത്സരം പ്രവീൺ മച്ചാനെ എത്രത്തോളം സമയമായി നമ്മുടെ മത്സരം തുടങ്ങിയിട്ട്? 10 മിനിറ്റ് 47 സെക്കൻഡ്. അതായത് 1/3 സമയം അവസാനിച്ചു. ഇനി ബാക്കി 20 മിനിറ്റോളം 20 മിനിറ്റിൽ താഴെ സമയമുള്ളൂ. ഇനിയും ബാക്കി 2 ചിക്കൻ വെച്ച് എല്ലാവർക്കും കഴിക്കാനുണ്ട്. മക്കളെ സ്പീഡാവട്ടെ. കമോൺ ഇറക്ക്. എന്താ തലറങ്ങി വീഴുപ്പാ? എന്തുറ്റി അമ്മേനെ വിളിച്ചിട്ടു എന്തായി? അജുവിന്റെ തീരാറായല്ല. നിന്റെ തീർന്നാ? ഭൗമിക്ക് 1 ചിക്കൻ കഴിഞ്ഞു. കഴിഞ്ഞ പോഷൻ മാത്രം കഴിഞ്ഞ തൊലി മാത്രമേ. നമ്മുടെ സ്ട്രക്ചറിലുള്ള എല്ലും അവന്റെ നോക്കിയേ അവനെല്ലൊക്കെ തിന്നു പകുതി. അതാണ്. അപ്പൊ നിന്റെ ഒരെണ്ണം മാറ്റിയിട്ട് അടുത്ത് എടുത്തോ. ഇതൊക്കെ നമുക്ക് റീസണബിൾ ആണ്, എഡിബിൾ ആയിരുന്നു, അതുകൊണ്ട് നമ്മളത് കഴിച്ചിട്ടുണ്ട്. ഓക്കെ അങ്ങനെ നമ്മുടെ ഭൗമിക്ക് ഒരെണ്ണം കഴിച്ച് ക്ലീൻ ചെയ്തു. എല്ലും കുറച്ച് ഗ്രേവി മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത് തുടങ്ങുകയാണ്. ഇനിയിപ്പോ അജുവിന്റെ ആണെങ്കിൽ അവസാന ഘട്ട എന്താ പറയാ ഇറച്ചി അതിൽ നിന്ന് കിള്ളി തുടങ്ങി. എഡിവിനാണെങ്കിൽ കഴിഞ്ഞാ ഇത് കഴിഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചേ. അതിൽ ഇവിടെ കഴിക്കാൻ പറ്റുന്ന സ്ഥലം, ഇതിലൂടെ കഴിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് റെഡി ആവും. അതിലൊന്നുമില്ല. ഓക്കെ എടാ ഇവിടെ എന്തിനാടാ കിരണ്ട അത് കഴിക്കാൻ വാരി. അത് ഒറ്റടിക്ക് വാരി ഇങ്ങോട്ട് വയലിട്ടെ നോക്ക. ഇവൻ ഡെയിലി ഒരു 100 ഗ്രാം പ്രോട്ടീൻ എടുക്കുന്നവനാണ്. 100 അല്ല 200 ഗ്രാം. എത്ര മുട്ട കഴിക്കാറുണ്ട് ഒരു ദിവസം?
3 കഴിച്ചാ കഴിച്ച് ബാക്കി സമയം കിട്ടുന്നില്ല. കഴിഞ്ഞ ഓക്കെ. അപ്പൊ എഡ്വിന് രണ്ടാമത്തെ ചിക്കനിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാട്ടാ. പെപ്സി ഒക്കെ മറച്ചിടുന്നു ദൈവമേ. പെപ്സി ഒക്കെ മറച്ചിട്ട് തലയിറങ്ങി വേണ്ടിട്ട് അവിടെ ഒരുത്തനാണെങ്കിൽ പറഞ്ഞ് തിന്നു കഴിഞ്ഞാൽ അമ്മേനെ വിളിക്കണേ അമ്മ അമ്മ. അങ്ങനെ നമ്മുടെ എഡ്വിൻ മച്ചാനും രണ്ടാമത്തെ ചിക്കനിലേക്ക് കടന്നിരിക്കുകയാണ്. അജു എന്താ ഇവിടെ കുറച്ചുകൂടി ബാക്കിയുണ്ടല്ലേ? ഓക്കെ. അപ്പൊ രണ്ടുപേര് രണ്ടാമത്തെ ചിക്കനിലേക്ക് കടന്നു. കിരൺ ആണെങ്കിൽ ഒന്നാമത്തെ ചിക്കൻ തീർക്കാൻ നിൽക്കണു, അജു ആണെങ്കിലും ഒന്നാമത്തെ ചിക്കൻ തീർക്കാൻ നിൽക്കുന്നു. അപ്പൊ ഇനി നോക്കാം നമുക്ക് എവിടം വരെയും മത്സരം പോകുമെന്ന്. ആദ്യം പിള്ളേർ ഇത്തിരി സ്ലോ ആയിരുന്നെങ്കിലും ഇപ്പൊ നല്ല രീതിക്ക് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരുന്നു. ഇപ്പൊ നല്ല രീതിക്ക് പോളിംഗ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മോനെ സ്ട്രാറ്റജി ചെയ്യണ്ട, ഷ്രെഡ് ചെയ്ത് വിടുന്നു. അതെ ഷ്രെഡ് ഇതൊക്കെ കഴിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. തർക്ക് തർക്ക് തർക്ക്. എന്താ എന്തൊറ്റി അവര് തമാശ കാണിക്കാൻ നോക്കണ്ട. അവരുടെ രണ്ടാമത്തെ ചിക്കൻ എടുത്തു. നീ അത് കണ്ടിരുന്ന ചിക്കൻ തീരൂല. പറ്റും. എടാ നിനക്ക് ഞാൻ എന്തൊക്കെ ബിൽഡപ്പ് തന്നാടാ. തലച്ചോറിന് പകരം ആമാശയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അരമണിക്കൂറിൽ എത്രേ? ഓക്കെ. അപ്പൊ അരമണിക്കൂറും മത്സരത്തില് 15 മിനിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ നോക്കണേ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ എഡ്വിനും ഭൗമിക്കിരണും ഒരു ചിക്കൻ ഫിനിഷ് ചെയ്തു. രണ്ടാമത്തെ ചിക്കൻ എടുത്തു. പകുതിയോളം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പകുതിയിൽ ഒരു കാഭാഗത്തോളം. ഇവിടെ നോക്കണെങ്കിൽ അജു മച്ചാന്റെ തീരാറായി. ഇത്രയും കൂടി ബാക്കിയുണ്ട് ഒരു ചിക്കനില്. ഇനി കിരണിന്റെ നോക്കുകയാണെങ്കിൽ കിരണിന്റെ ഓൾമോസ്റ്റ് തീർന്നു. കിരൺ മറ്റേ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ ഈ കല്യാണ വീട്ടിൽ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കില്ലേ, എന്നുള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ക്യാമറ ഓണാണെന്നറിയാം. അതേപോലെയാണ് കിരൺ കഴിച്ചോണ്ടിരിക്കുന്നത്. ആസ്വദിച്ച് കഴിച്ച് തീരാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടം വരെ പോകുന്നു. എത്ര മിനിറ്റ് ഉണ്ട് ഇനി? 14 മിനിറ്റ്. 14 മിനിറ്റ് ഇട്ടാ നിങ്ങൾ ഇപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ 4 പേർക്കും തിരിച്ച് മത്സരത്തിലേക്ക് വരാവുന്ന അവസ്ഥയിലാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഭൗമി കിരണും എഡ്വിനാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 2 പേർക്കും തിരിച്ചു വരാവുന്ന രീതിയിലെ മത്സരം പോകുന്നുള്ളൂ. കമോൺ മാൻ, കഴിക്ക് കഴിക്ക്. എടാ കഴിക്ക് കഴിക്ക്. അങ്ങനെ ചെയ്യല്ലേ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഇവിടെ വരെ എത്തിയത് ഇല്ല. ഒരു കോഴി ഒന്നും കഴിച്ചാൽ അവിടെ വരെ എത്തൂല. നീ കഥ പറഞ്ഞിരിക്കുമ്പോ അവന്റെ ഐസായിട്ട് തിന്നു തീർക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അജു ഫിനിഷ് ചെയ്യാ ചിക്കനെ. ശരിക്കും അഞ്ഞൂടി ചോദിച്ചിട്ട് പെപ്സിയെ കുടിച്ചിട്ട് ശരിക്കും ഒന്ന് പതിയെ കഴിച്ചോ. ചിലപ്പോ ഇവര് കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ തന്നെ പറ്റാണ്ടാവും. ഉറപ്പാണോ അജു? കിരൺ തീർത്താ? ദൈവമേ, കിരൺ നമ്മള് സ്ലോ ആണ് കഴിക്കണില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം തീർത്ത് അടുത്തടുത്തേക്കാണ്. അതിൽ പെപ്സി വിളിച്ചാ തീർത്ത് കഴിക്കാനായിട്ട് പെപ്സി വിളിച്ചേക്കട്ടെ. ഓക്കെ. അങ്ങനെ 3 പേര് മൂന്നാമത്തെ ചിക്കൻ എടുത്തു. ഇതില് രണ്ടാമത്തെ ചിക്കൻ ഞാൻ 3. ഉറപ്പാണോ? എങ്കിൽ ഈ കള്ളന്മാരെതിരെ കള്ളത്തിനെ കാണിക്കണ്ടെന്ന് ഇവിടെ നോക്കണം. ഓക്കെ. അങ്ങനെ പറയല്ലേ. വേണമെങ്കിൽ 2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോ പിന്നെയും കഴിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് തോറ്റാ മതി. അപ്പൊ ഇനി എത്ര മിനിറ്റ് ബാക്കിയുണ്ട് ബ്രൗൺ മച്ചാനെ? 12 മിനിറ്റ് ബാക്കിയുണ്ട് മോനെ. ഇതിപ്പ പിടിച്ച പരിപാടി നടക്കും. എന്തേ തുപ്പണ? നോ വേ. ചിയർ ചെയ്തോണ്ടിരിക്കുന്നു. കോമ്പറ്റീഷൻ ഇല്ലേ? ഇപ്പുറത്തെ കോമ്പറ്റീഷൻ ഉണ്ട്. കഴിക്ക്. ഭൗമിക്ക് ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. എഡ്വിന് തൊട്ട് പിന്നാലെ ഉണ്ട്. എടാ പിടിക്ക്. 2 പേരും 3 പേരും പിടിക്കുക. അജു എന്തായാലും തോൽവി സമ്മതിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഒരു ചിക്കൻ മൊത്തം തിന്നൂടെ ഇല്ലാക്കി വെച്ചിരിക്കുന്നത്. ആണോ? പക്ഷെ ചെസ്റ്റ് പീസ് നല്ല ടേസ്റ്റ് ആണ്. ലെഗ് പീസ് നല്ല ടേസ്റ്റ് ആണ്. എന്തായി മോനെ? കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഭൗമിക്കിരന്റെ
രണ്ടാമത്തെ കാലുകൂടി ഫിനിഷ് ചെയ്യാനുള്ളൂ. 11 മിനിറ്റ് ബാക്കിയുണ്ട്. ഇവിടെ ഒരു ചിക്കൻ എടുത്തിട്ട് ഷ്രെഡ് ചെയ്തിട്ടുള്ളൂ, കഴിച്ചു തുടങ്ങിയിട്ടില്ല. അജ് ഇത്ര ഉദാര മനസ്കരായിട്ട് എല്ലാവർക്കും കഴിച്ചോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പീസ് കൊടുക്കാത്തവരാണ്. കഴിച്ചോ എന്ന് പറയുന്നത് പറ്റണില്ല. അങ്ങനെ ഫുഡ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. അപ്പൊ നോക്കിയേ, നമ്മുടെ ഭൗമികിരണും ഏകദേശം സ്ലോ ആയി തുടങ്ങി. എഡ്വിനാണെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഷ്രെഡ് ചെയ്ത് ഇടുകയും ചെയ്തു, ഇന്നോട്ട് കേറണമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ എന്താണ് ഒരു കോഴി എടുത്തിട്ട് അങ്ങനെ തന്നെ കണ്ടുവച്ചിരിക്കുന്നത്? മുറിവേറ്റ സിംഗ് ചത്തു. എവിടെ മുറിവേറ്റതിന്റെ ഒരു പീസ് 10 മിനിറ്റ് ബാക്കിയുണ്ട്. ഓക്കെ, പിന്നെ അവസാനത്തെ 10 മിനിറ്റിലേക്ക് നമ്മുടെ ഗെയിം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോനെ ദേ ആഞ്ഞു പിടിച്ച രണ്ടുപേരിൽ ആര്? ഇവന്മാർ രണ്ടുപേരും ഏകദേശം ഓ ഗൂസ് ബൂംസ്. എടാ ഫുഡ് കഴിച്ചിട്ട് ഗൂസ് ബൂംസ് വരുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെയൊക്കെ കുള്ളില് കയറിയോ മനസ്സ് നിറഞ്ഞേടാ. ആ ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ട് പൂജിക്കടാ. ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ, തൊട്ട് നോക്കിയിട്ടില്ല അവൻ. പൂജ മാത്രം നടക്കുന്നുള്ളൂ. കഴിക്ക്, എന്നെ കൊണ്ട് പറ്റും. ശരിക്കും അഞ്ഞോട് ചോദിക്കും. ഓ അപ്പൊ അവസാനം മത്സരം രണ്ടുപേരിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നോക്കുകയാണെങ്കിൽ അജു ഒരെണ്ണത്തിൽ തന്നെ കീഴടങ്ങി. ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെ ചിക്കൻ എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ അനങ്ങിയിട്ടില്ല. ആര് അവിടുന്ന് കൊമ്പൂച്ച കുടിച്ചിട്ട് വന്നേ അഞ്ഞായി. അപ്പൊ അതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരാണെങ്കിൽ നീ കൊമ്പൂച്ച കുടിച്ചില്ലല്ലേ? നീ കൊമ്പൂച്ച കുടിച്ചില്ല. അപ്പഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇവർ രണ്ടു തോറ്റുപോയെന്ന്. ബിരിയാണി കഴിച്ച്. ഓ അങ്ങനെ അവസാനത്തെ 8 മിനിറ്റിലേക്ക് മത്സരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ നമുക്ക് നോക്കാം ഇനി എവിടം വരെ മത്സരം എത്തുന്നുള്ള കാര്യം. അജു ദേ എന്റെ എക്സർസൈസ് ഒക്കെ ചെയ്തു തുടങ്ങി. ഒന്നുകൂടി മത്സരത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ? അപ്പോഴേക്കും പരിപാടി തരും. നേടാ ഇപ്പിടുത്ത ചിക്കൻ ഒരനക്കൂല്ലാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. മുറിവേറ്റ സിംഹവും ചത്തു, തലച്ചോറിന് ഒരാവശ്യമുള്ളവരും ചത്തു. ഇനിയിപ്പോ ദേ സങ്കടം കണ്ടിട്ട് ശരിക്കും ഒന്ന് പിടിച്ചു നോക്കിയേ. അഞ്ഞു പിടിച്ചു നോക്കിയേ. എന്താ ഇവിടെ അങ്ങനെ അവസാനത്തെ 6.5 മിനിറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടുപേര് തമ്മിലുള്ള മത്സരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേര് അവിടെ കട്ടോൻ പഴം മടക്കി വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ്. ആണോ? അതുകൊണ്ടാണോ ഇത് കഴിച്ചിട്ട് ഇനി ബാക്കി തിരിച്ച് മത്സരത്തിലേക്ക് വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തീർന്നു? അതെ അതെ അതെ. കണ്ണ് തള്ളി. ആവശ്യമായിട്ടാണ് ഇത് ചെയ്യണേ. ചിരിപ്പിക്കാൻ പാടില്ല കഴിക്കുമ്പോ. തെരപ്പയിലൊക്കെ കഴിക്കതേ. നീ തളരല്ലേ? ലീഡുമോ നീ ഷ്രെഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ വെച്ചേക്കാം. കഴിക്കാതെ കഴിച്ചാ തീരൂടാ. പക്ഷെ ഇവിടെ ഷ്രെഡ് ആ ചെസ്റ്റ് അങ്ങനെ തന്നെ പൊളിച്ചിട്ടിട്ട് നീ അനക്കിയിട്ടില്ല കേട്ടോ. 5.5 മിനിറ്റ് ഉണ്ട്. 1.5 കോഴി ഉണ്ട് നിങ്ങളുടെ മുമ്പില്. 5 മിനിറ്റ് ജിഞ്ചർ സോഡ നടക്കൂടാ. ലീഡ് പിടിച്ചോണ്ടിരിക്കുകയാണ് ഭൗമികിരൺ. എഡ്വിനപ്പൊ വെറുതെ ഇരിക്കണതാ. എഡ്വിൻ ഇപ്പൊ തുടങ്ങും. എഡ്വിൻ കമോൺ കമോൺ. അപ്പൊ എത്ര മിനിറ്റ് ബാക്കിയുണ്ടാ? 5 മിനിറ്റ് ബാക്കി. ഓക്കെ 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം ഇവരിൽ രണ്ടുപേരില് ആര് വിൻ ചെയ്യുന്നുള്ള കാര്യം മാത്രം നമുക്ക് അറിഞ്ഞാൽ. കിടന്നു എടാ എനിക്ക് വീഴോ ഇനി? തീറ്റ മത്സരം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പറ്റണം കേട്ടോ. ഇവൻ 1.5 ചിക്കൻ കഴിച്ചു, ഇവൻ 1.25 ചിക്കൻ കഴിച്ചു. ഇപ്പൊ ഭൗമിക്ക് 1/4 ചിക്കനിൽ ലീഡ് ഉണ്ട്. അന്ന് ഞാൻ തോപ്പിക്കാൻ നോക്കണ പെപ്സി കൊടുത്തിട്ട്. അവസാനത്തെ 4 മിനിറ്റിലേക്ക് മത്സരം എത്തിയിരിക്കുകയാണ്. അജു നേരത്തെ പിൻവാങ്ങി. ഇപ്പൊ രണ്ടുപേരും തമ്മിലുള്ള മത്സരം. കിരണാണെങ്കിൽ ആ എടുത്ത ചിക്കനെ ഒന്ന് തൊട്ട് പോലും നോക്കാതെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി 4 മിനിറ്റിലെ താഴെ ഉള്ളൂട്ടാ മത്സരം. ഇപ്പൊ പിടിച്ച കാര്യം കയ്യിലിരിക്കും. കമോൺ. സത്യം പറഞ്ഞ ഒരു കോഴി കഴിക്കാനായിട്ട് 5 മിനിറ്റിൽ താഴെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. 3 മിനിറ്റ്
ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാറായി. അവസാനത്തെ 3 മിനിറ്റിലേക്ക് മത്സരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എഡ്വിൻ കമോൺ, വെറും ഷ്രെഡ് ചെയ്തിട്ടില്ല, നീ ഷ്രെഡ് ചെയ്ത് വെച്ചാൽ നീ കഴിക്കേ. അങ്ങനെ കൊട്ടില്ല, നിന്റെ ഇറച്ചി മാറിയിട്ടില്ല. ദേവൻ കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നെഞ്ചുഭാഗം നോക്കി നീ നെഞ്ചെടുത്തിട്ട് കഴിച്ചാൽ ഓക്കെ അല്ലേ? റെഡി? അവസാനത്തെ 3 മിനിറ്റിലേക്ക് മത്സരം പോവാണ്. എടുത്ത് കഴിച്ചു തുടങ്ങിക്കോ. കമോൺ. അങ്ങനെ അവസാനത്തെ 2 മിനിറ്റിലേക്ക് മത്സരം എത്തിയിരിക്കുകയാണ്. എടാ, നിങ്ങളുടെ കൂട്ടുകാർക്ക് cheer ചെയ്ത് കൊടുക്ക. നീ ഇവനെ cheer ചെയ്യ്, നീ ഇവനെ cheer ചെയ്യ്. കമോൺ, തിരിഞ്ഞു കൊടുക്കട്ടെ. ദൈവമേ, ഇറങ്ങണില്ലെന്ന് തോന്നണോടെ. അങ്ങനെ മത്സരം അവസാനത്തെ 1 മിനിറ്റിലേക്ക് മത്സരം എത്തിയിരിക്കുകയാണ്. എഡ്വി, നീ ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ അവന് 2 പോയിന്റ് കയറും ഇന്നത്തെ മത്സരത്തോട് കൂടിയിട്ടാ. കാരണം ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഭൗമികിരനാണ്. എഡ്വിൻ, എന്തായി, നടക്കോ? 2 ലെഗ് കഴിച്ചാ മതി. 2 ലെഗ് കഴിച്ച് നിർത്തേ നീ. ഓക്കെ, അവസാനത്തെ 1 മിനിറ്റ് സമയമാണ് ബാക്കിയുള്ളത്. ഇനി എത്ര സെക്കൻഡ് ഉണ്ട്? 30 സെക്കൻഡ്. ഓക്കെ, അവസാനത്തെ 30 സെക്കൻഡ്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് വെറും 10 സെക്കൻഡ്. അപ്പൊ ഇനി അവസാനം ബാക്കി വരുന്നത് എത്ര സെക്കൻഡ് ആണെന്ന് നോക്കാം. 15 സെക്കൻഡ്. അവസാനത്തെ 15 സെക്കൻഡ്, 10 സെക്കൻഡ്. കഴിക്ക്. അവസാനത്തെ 10 സെക്കൻഡ് കഴിഞ്ഞ് അവസാനത്തെ 5 സെക്കൻഡ്, 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കൊടുത്ത സമയം അവസാനിച്ചിരിക്കുകയാണ്. 30 മിനിറ്റ് 3 കോഴി എന്നുള്ളതായിരുന്നു ഇവർക്ക് കൊടുത്തിരുന്ന ടാസ്ക്. അപ്പൊ നമുക്ക് ഒരു അറ്റം തുടങ്ങാം. അജുമോനെ, എത്ര കോഴി കഴിച്ചു? 1 കോഴി തീർന്നു. ചിറകിന്റെ 2 പീസ് ബാക്കി. അത്രയാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത്. ഓക്കെ, കോഴി ഇഷ്ടമല്ല. ഓക്കെ, ഭൗമിക്കിന്റെ നോക്കുകയാണെങ്കിൽ 1.5 കോഴി കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെസ്റ്റ് ആണ്, കാലാണ് കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1.5 ആയിട്ട് കൂട്ടാനായിട്ട് പറ്റൂല. 1.40. ഓക്കെ, നമുക്ക് ഇനി നോക്കുകയാണെങ്കിൽ എഡ്വിന്റെ നോക്കുകയാണെങ്കിൽ 1 ചിക്കൻ തീർന്നു. രണ്ടാമത്തെ ചിക്കൻ ഫുൾ ഉണ്ടെന്ന് വെച്ചാൽ ചെസ്റ്റ് ഷ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരി വീർത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഈക്വൽ ആയിട്ട് നമുക്ക് കരുതാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ വരികയാണെങ്കിൽ നീറ്റായിട്ട് 1 കോഴിനെ തീർത്തിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ മത്സരം വന്നിരിക്കുന്നത് എഡ്വിനും ഭൗമികിരണും തമ്മിലാണ്. ഇപ്പൊ നമുക്ക് ഏകദേശം സത്യം പറഞ്ഞാൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഏകദേശം 1.5 കോഴിയോളം രണ്ടുപേരും കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഷ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് തിന്നീർക്കട്ടെ, അതന്നെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. സംഭവം വേറെ ഒന്നല്ല, നമുക്കൊരു മത്സര വിജയന് ഇതിൽ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് എഡ്വിൻ മോനും നമ്മുടെ ഭൗമികിരണും നമ്മള് സ്റ്റോൺ പേപ്പർ ഒന്നല്ല. അപ്പോ ഇനി മത്സരം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് നമുക്ക് അൺലിമിറ്റഡ് സമയം കൊടുക്കുകയാണ്. ഇവരുടെ 2 പേരുടെയും പ്ലേറ്റില് 1 കോഴീനെ ഇവർ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആരാദ്യം കഴിച്ചു തീർക്കുന്നോ അവരായിരിക്കും വിന്നർ. ബാക്കിയെല്ലാം നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇവർ 2 പേരും മാത്രം നമ്മൾ നിർത്തിയിട്ട് മത്സരിപ്പിക്കാൻ പോവാണ്. കാരണം നമുക്കൊരു വിജയന ആവശ്യമാണ്. ഇനി മത്സരം പോകുന്നത് ഇങ്ങനെയാണ്. ഭൗമികിരൺ അല്ലെങ്കിൽ എഡ്വിൻ, ആര് ആദ്യം ഈ ചിക്കൻ തിന്ന് തീർത്ത് എല്ല് മാത്രമായിട്ട് ഫിനിഷ് ചെയ്യുന്നോ അവരായിരിക്കും ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത്. ഇതിന്റെ ഇടയിൽ ആരാണോ ക്വിറ്റ് ചെയ്ത് പോകുന്നത് ആ ഒരു മത്സരത്തിൽ നിന്ന് തോക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അടുത്ത ആൾ വിന്നറാവും. സോ ക്വിറ്റ് ചെയ്യുന്നത് ആരാണോ അവർ തോൽക്കും. അതല്ലാതെ ആരാദ്യം കഴിച്ചു തീർക്കുന്നോ അവരായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ മക്കളെ. ഇനി ഇവരുടെ സമയമാണ്. ഇവരൊന്ന് കഴിച്ച് ഏകദേശം ഒരു പരുവത്തിലെങ്കിലും എത്തട്ടെ. നമുക്കൊരു വിന്നറെ വേണ്ടേ? വിന്നറെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മത്സരം ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിള്ളേര് തുടങ്ങട്ടെ. സമയം ഇഷ്ടം പോലെ കൊടുക്കുക, ഒരു പ്രശ്നമല്ല. അത് വേണ്ട, ചാവും. അവനായിട്ട് പോയി. ഞാൻ ജിമ്മിൽ പോവാൻ പോവാ. ഇങ്ങനെ തിന്നണെങ്കിൽ ഇപ്പൊ ജിമ്മിൽ പോയാലോ.
അപ്പൊ ഇന്നത്തെ മത്സരം ചുട്ട കോഴി തിന്നലായിരുന്നു. അപ്പൊ 4 പേര് മത്സരിച്ചു. അതിൽ 2 പേര് പകുതിക്ക് വെച്ച് ക്വിറ്റ് ചെയ്തു പോയി. അവസാനം 2 പേര് തമ്മിലായി മത്സരം. അപ്പൊ ഇതിൽ ആരാണ് ജയിച്ചത്? ഇന്നത്തെ വിജയത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത്ര നാൾ നമ്മൾ ചെയ്ത ചലഞ്ചുകളിൽ ഒരു ചലഞ്ച് പോലും ജയിക്കാതിരുന്നവരായിരുന്നു എഡ്വിൻ. അങ്ങനെ എഡ്വിൻ ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മത്സര വിജയ എഡ്വിന് ഇന്ന് ലഭിക്കാണ് 1 പോയിന്റ്. 0 പോയിന്റായി ഞങ്ങൾ പിന്നിലുണ്ട്. അതെ, 0 പോയിന്റ് ആയിട്ട് അജുവും നമ്മുടെ വെട്ടിരുമ്പ് കിരണും. അതെ, ഫോട്ടോയിലുള്ള പോലെയാണ് ജയിക്കണേ. 1, 2. അപ്പൊ ഇനി അടുത്തേൽ ഇവര് അല്ലെങ്കിൽ ഇവരായിരിക്കും അല്ലേ ജയിക്കുന്നത്? ആണോ? അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പറ്റില്ല. എന്ത്? 5 മിനിറ്റ് കൊണ്ട് തിന്നുന്നു. പ്രവീണ് പറഞ്ഞത് ഇല്ല, പ്രവീ നീയാണ് പറഞ്ഞിട്ടാ, ഞാൻ വെറുതെ പറഞ്ഞാണ്. അടുത്തതായിട്ട് എന്റെ അമ്മേ, ഞാൻ എതിർത്തോളാം. ഞാൻ എതിർത്ത് 5 മിനിറ്റ് സിമ്പിൾ. 5 മിനിറ്റ് ട്ടാ. അതൊരു നിങ്ങക്ക് മണിക്കൂർ നേരുന്നു. 5 മിനിറ്റ് നിനക്കറിയില്ലേ? അയ്യോ പ്രവി, അയ്യോ തണുത്തല്ല ചിക്കൻ നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. തിന്നടാ. നമുക്കൊന്ന് രണ്ടാമത് മുട്ടണം. എന്തായി? ഓക്കെ. മൂന്ന് മിനിറ്റായോ? കണ്ടാ, ഇങ്ങനെയാണ് മത്സരിക്കല്ലേ. 4 മിനിറ്റ് കൊണ്ട് നമ്മളൊരു കോഴി തീർത്തുട്ടാ. നോക്കാം, പ്രവീൺ മച്ചാനെ എന്തോരം സമയം കൊണ്ട് തീർക്കും നോക്കാം. മതി കുറ്റ്. പറ്റും. ശരിക്കും പിടിച്ചു നോക്കിയേ. പ്രവീൺ മച്ചാനെ 5 മിനിറ്റ് അതിൽ ഒരു കോഴി കഴിക്കാൻ. 5 മിനിറ്റ് വേണ്ട, 4 മിനിറ്റ് അതിൽ ഒരു കോഴി കഴിക്കാൻ. എവിടെ ശരിയാണല്ലോ? അല്ല കാല് കഴിച്ച് അത് പകുതിക്കുള്ളില്ലേ? എന്റെ കഴിഞ്ഞ മൊത്തം എല്ല് മാത്രം ഉള്ളില്. ക്വിറ്റ് ചെയ്താ കണ്ടാ, സിമ്പിൾ പരിപാടി. അയ്യാ വണ്ടി വിളിക്കടാ. അങ്ങനെ മച്ചാന്മാരെ M4Tech ഷോയുടെ 2ാമത്തെ ദിവസവും അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ ചലഞ്ചിൽ അങ്ങനെ വിന്നർ ആയിരിക്കുകയാണ് നമ്മുടെ എഡ്വിൻ മോൻ. അപ്പോൾ എഡ്വിൻ മോൻ ആദ്യമായിട്ടാണ് ഒരു ചലഞ്ചിൽ വിന്നർ ആവുന്നത്. അതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. നമ്മുടെ ഭൗമികിരണും അതുപോലെ തന്നെ എഡ്വിനുമായിട്ടായിരുന്നു ഈ ഒരു മത്സരം വന്നത്. അപ്പോൾ എന്തായാലും അവസാനം എഡ്വിൻ തന്നെ ഇതിൽ വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എഡ്വിൻ 1 പോയിന്റ്, അതുപോലെ ഭൗമിക്കിന് 1 പോയിന്റ്, അജു തുടക്കത്തിൽ തന്നെ നിൽക്കുന്നു, അതുപോലെ തന്നെ കിരണും തുടക്കത്തിൽ തന്നെ നിൽക്കുന്നു. 2 താറാമുട്ടകൾ 2 1 പോയിന്റ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ ചലഞ്ച് എന്താവും എന്നുള്ള കാര്യം നമുക്ക് നാളെ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ചലഞ്ചായിട്ട് നാളെ വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ചലഞ്ച്? ചിക്കനൊക്കെ ചിക്കൻ കുറച്ചാളത്തിൽ കഴിക്കും ഇനി ചിലപ്പാ ചിക്കൻ കഴിക്കും ഇനി. പിന്നല്ല അത് മതി, അത് കേട്ടാ മതി. അവനതിനുള്ള ശേഷി ഉണ്ടാവും. ബിരിയാണി ഒക്കെ കഴിച്ചോന്നാണ്, എന്നിട്ടും വിന്നർ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ പ്രവീൺ അതുപോലെ ടീം M4Techനോടൊപ്പം